നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഭാരതീയ ഐതിഹ്യങ്ങളിലും പുരാതന ചരിത്രത്തിലും പരാമർശിക്കപ്പെടുന്ന ഒരു വിഭാഗം സ്ത്രീകളാണ് വിഷകന്യകമാർ. ശത്രുക്കളെ ഇല്ലാതാക്കുവാൻ വേണ്ടി തന്ത്രപരമായ ആയുധമായി ഇവരെ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും ചെറിയ അളവിൽ വിഷം നൽകി വളർത്തുന്ന പെൺകുട്ടികളാണിവർ. കാലക്രമേണ ഇവരുടെ ശരീരം ആ വിഷത്തെ അതിജീവിക്കുവാൻ പ്രാപ്തമാവുകയും ഇവരുടെ ശരീരസ്രവങ്ങൾ അഥവാ രക്തം, വിയർപ്പ് തുടങ്ങിയവ മാരകമായ വിഷമായി മാറുകയും ചെയ്യുന്നു. ഇവരുടെ നഖങ്ങളിലും പല്ലുകളിലും രക്തങ്ങളിലും വിഷാംശം കലർന്നിരിക്കും. കൂടാതെ കാമസൂത്രത്തിൽ പറയുന്ന 64 കലകളും അവളെ അഭ്യസിപ്പിച്ചിരിക്കും. ഇവർ സുന്ദരിമാരും സംഗീതത്തിലും നൃത്തകലയിലും അഗ്രഗണ്യരും ആയിരിക്കും. രാജാക്കന്മാരും ചക്രവർത്തിമാരും തങ്ങളുടെ ശക്തരായ ശത്രുക്കളെ വധിക്കുവാനാണ് വിഷകന്യകമാരെ അയച്ചിരുന്നത്. ഇവർ ശത്രു രാജാവിനെ വശീകരിക്കുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ചുംബനത്തിലൂടെയോ വിഷം ശത്രുവിൻ്റെ ഉള്ളിലെത്തിച്ച് മരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ആചാര്യ ചാണക്യൻ്റെ അർദ്ധശാസ്ത്രത്തിൽ ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ള ഒരു തന്ത്രമായി വിഷകന്യകമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നന്ദരാജവംശത്തെ തകർക്കുവാനായി ചാണക്യൻ വിഷകന്യകമാരെ ഉപയോഗിച്ചതായും കഥകളുണ്ട്. സംസ്കൃത നാടകമായ മുദ്രരാക്ഷസം, പുരാണങ്ങൾ, ഐതിഹ്യമാല തുടങ്ങിയവയിലെല്ലാം വിഷകന്യകമാരെ കുറിച്ചുള്ള വിവരണങ്ങൾ കാണാം. കൂടാതെ ലോകപ്രശസ്തമായ മഹാനായ അലക്സാണ്ടറിനെ വധിക്കുവാൻ ഇന്ത്യയിലെ ഒരു രാജാവ് വിഷകന്യകയെ അയച്ചതായും ചില ഗ്രീക്ക് ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു. കൽക്കി പുരാണത്തിൽ സുലോചന എന്ന വിഷകന്യകയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ചരിത്രരേഖകൾ അനുസരിച്ച് നന്ദ സാമ്രാജ്യ സ്ഥാപകനായ മഹാപത്മനന്ദൻ ശിശുനാഗ സാമ്രാജ്യത്തിലെ കാലശോകനെ വിഷകന്യക ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതായി പറയപ്പെടുന്നുണ്ട്. നേരിട്ടുള്ള യുദ്ധത്തിന് പകരം ശത്രുവിനെ ചതിയിലൂടെ ഇല്ലാതാക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു ജീവനുള്ള ആയുധം അഥവാ ഒരു ബയോളജിക്കൽ വെപ്പനായിരുന്നു അന്നത്തെ കാലത്തെ വിഷകന്യകമാർ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.